ഹലോ ഹായ് നമസ്കാരം. നോളേജ് വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.8 2-point charges QA 3 microcoulomb, QB -3 microcoulomb are located 20 cm apart in vacuum. What is the electric field at the midpoint of the line AB joining the two charges? എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ 2 പോയിന്റ് ചാർജസ് ഉണ്ട്. എന്തൊക്കെയാണ്? QAയും QBയും. അപ്പൊ ഞാൻ വരയ്ക്കാതെ അവിടെ ഒരു ചാർജ് ഉണ്ട് QA, ഇപ്പുറത്തൊരു ചാർജ് ഉണ്ട് QB. ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെന്റിമീറ്റർ. ഇതിന്റെ ഈ ചാർജ് എന്ന് പറയുന്നത് അവർ നമുക്ക് തന്നിട്ടുണ്ട് QA മൈക്രോകുളമാണ്, 3 മൈക്രോകുളമാണ്. QB എന്ന് പറയുന്നത് -3 മൈക്രോകുളം. നോക്കുക, ഇതിൻ്റെ അകത്ത് -3 മൈക്രോകുളമാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൃത്യം നമുക്ക് ഇവിടെ എടുക്കാം. അതിന് നമുക്ക് O എന്ന് പേരും കൊടുക്കാം. മിഡ് പോയിന്റ്. ഇനി ഇത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയാവും? ഇത് മൊത്തം 20 ആണ്. അപ്പൊ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് എത്രയാവും? 10 സെന്റിമീറ്റർ ആവും. ഇതെന്ന് പറയുന്നത് എത്രയാവും? 10 സെന്റിമീറ്റർ. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കാം, വാട്ട് ഇസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓയിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരാൾ പ്ലസും ഒരാൾ മൈനസും. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും, പുറത്തേക്കായിരിക്കും. അതായത് ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഇൻവേർഡ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയായിരിക്കും, കാരണം ഇത് ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കണ്ടേ. അപ്പോൾ ഇത് ആരാണ്? EA ആണ്. ഇതാരാണ്? EBയുടെ ഡയറക്ഷൻ ആണ് കേട്ടോ. അതായത് ഇതുവഴി ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ആണ് EB, ഈ ചാർജ് വഴി ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ആണ് EA. ക്ലിയർ ആണോ? ഇനി ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ ചെയ്യോ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ആഡ് ചെയ്യും അല്ലെ. EA + EB. എന്തുകൊണ്ടാണ് EA + EB എന്ന് എഴുതുന്നത്? രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ടാ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? EA - EB എന്ന് ഇട്ടേക്കണം അല്ലെ. EA - EB എന്ന് ഇട്ടേക്കണം. അപ്പൊ അവിടെ അതും കൂടി എഴുതി വെക്കുക. സെയിം ഡയറക്ഷൻ ആണ്, അതുകൊണ്ടാണ് സെയിം ഡയറക്ഷൻ. ഇനി നോക്കുക, EA എത്രയാന്ന് കണ്ടുപിടിക്കുക. ഇവിടെ EAയും EBയും സെയിം ആയിരിക്കും. കാരണം എന്താ? ഒരാൾ 3 മൈക്രോകുളം, മറ്റേ -3 മൈക്രോകുളം എന്നാണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കിയാൽ രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം. E എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 times EA or EB അങ്ങനെ പറയാം. പറഞ്ഞൂടെ? 2 times EA or EB. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കുറച്ചുകൂടി ക്ലിയർ ആവും നമുക്ക്. അപ്പൊ EA എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 Q1/r². അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ഇതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മളിവിടെ EA കണ്ടുപിടിക്കണം. EA കണ്ടുപിടിക്കുമ്പോൾ 1/4πε0 9 × 10⁹ ആണ്. ഇൻറ്റു Q എന്ന് പറയുന്നത് 3 മൈക്രോകുളം ആണ്. അപ്പൊ 3 × 10⁻⁻⁶ /r². R എത്രയാണ്? 10 ആണ്. പക്ഷെ സെന്റിമീറ്റർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് വന്നിട്ടുണ്ട്. 10⁻⁻² പ്ലസ് സെയിം തന്നെ 9 × 10⁻⁹ ഇൻറ്റു 3 × 10⁻⁻⁶ all divided by 10 × 10⁻⁻². ഇതല്ലേ? ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2.7 × 10⁻⁶ പ്ലസ് ഇതും 2.7 തന്നെ, 2.7 × 10⁻⁶. അങ്ങനെ കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 5.4 × 10⁻⁶. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Nm/Coulomb ആണ്. Nm/Coulomb. നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. മിഡ് പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ്, ഇതിന്റെ ഡയറക്ഷൻ കൂടി പറഞ്ഞേ. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇപ്പൊ ഇത് എയുടെ ആൻസർ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങോട്ടേക്കായിരിക്കും. ഫ്രം A to B ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം എലോങ് OBയുടെ ഡയറക്ഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി നോക്കാം നമ്മുടെ B ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. If a negative test charge of magnitude 1.5 × 10⁻⁻9 coulomb is placed at this point, നമ്മൾ എന്ത് ചെയ്യാണ്? അതായത് അവിടെ ആ O എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കാൻ പോവാ? ഒരു നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് 1.5 × 10⁻⁹ coulomb ഉള്ള ഒരു നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. വാട്ട് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ്?
ഫോഴ്സ് എന്തായിരിക്കും? അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഫോഴ്സിന് നമ്മൾ വേറെ ഇക്വേഷൻ കൂടി പഠിക്കുന്നുണ്ട്. Q ഇൻറ്റു ഇ. അതായത് ഇത് കൊടുക്കുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 5.4 × 10⁶ ആണ്. അതിനെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് ചാർജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് ചാർജ്. ഒരു ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ചാർജ് എത്രയാണ്? 1.5 × 10⁻⁹ ആണ്. ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തന്നെ കണ്ടുപിടിച്ചു. എത്രയാണ്? 5.4 × 10⁻⁶ ആണ്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 8.1 × 10⁻³ ന്യൂട്ടൺ ആൻസർ കിട്ടും. ചെയ്തു നോക്കുക. ഇത് എങ്ങനെയായിരിക്കും? എലോ ഏത് ഡയറക്ഷനിലായിരിക്കും? എലോ എങ്ങോട്ടേക്കായിരിക്കും? ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും? അതായത് നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം നിങ്ങൾ. അതായത് നമ്മളെ കയ്യിലിരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡും എങ്ങോട്ട് തന്നെ ആയിരിക്കും? അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആ ഡയറക്ഷനിലും ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നെഗറ്റീവ് ചാർജിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? എലോങ് OA ആണ് ഇലക്ട്രിക് ഫീൽഡ്. കൊണ്ടുവച്ചത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. കണ്ടു ക്വസ്റ്റിലുണ്ട് ഇഫ് എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ എലോങ് എന്തായിരിക്കും? എലോങ് OA. ഓക്കെ, എലോങ് OA. അത്രേ ഉള്ളൂ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.